ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കൊളയായിട്ടൊരു ബന്ധമില്ലെങ്കിലും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്ര ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്? അദ്ദേഹത്തെ എത്ര തവണ നമ്മൾ കണ്ടു? കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളത് പ്രതികരിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് യുടെ കാലത്തുള്ള സംഭവമാണെങ്കിൽ CPM പ്രതികരിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ CPMന് വിശ്വസ്തതയോടുകൂടി ഏൽപ്പിച്ച ഒരു പാർട്ടിയുടെ തന്നെ ഒരു ആളാണ് ഇപ്പോൾ ഈ പ്രതിയായിരിക്കുന്നതെന്നുള്ളതാണ്. നേരത്തെ അറസ്റ്റിലായവരൊക്കെ പോയിരിക്കുന്നത് ഈ പൂജപ്പുര സ്പെഷ്യൽ ജയിലിലേക്കാണ് കേട്ടോ. ആ ജയിലിൽ അവർ താമസിക്കുന്നത്, അവർ കൂടെ മുറി പങ്കിടുന്നത് അവിടുത്തെ പോക്കറ്റടിക്കാർ കൂടെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും മോശമായ അവസ്ഥയിലേക്ക് അവർ വന്നു. അതായത് ഇത്രയും വലിയ കൊള്ള നടത്തിയ ശേഷം അവർ കഴിയുന്നത് പോക്കറ്റടിക്കാർക്കൊപ്പമാണ് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ എൻ വാസുവിനെ ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും ഇതിവിടെ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. SITയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വളരെ വേഗം റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്.